ഭൂമിയുടെ ഉദ്ഭവത്തിന് ശേഷം ആദ്യമായി സംഭവിക്കുന്ന ഒരു മാസ് എക്സ്റ്റിൻഷൻ, ഓഡോവിഷൻ മാസ് എക്സ്റ്റിൻഷൻ. ഏതാണ്ട് 85%, അന്ന് ഭൂമിയിലുണ്ടായിരുന്ന 85% ജീവജാലങ്ങളെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കിക്കൊണ്ട് സംഭവിച്ച ഒരു വംശനാശം. അത് സംഭവിക്കുന്നത് ഏതാണ്ട് 448 മില്യൺ വർഷങ്ങൾക്ക് മുമ്പെയാണ്. പാലിയോസോയിക് കാലഘട്ടത്തിലെ ഓഡോവിഷൻ പീരീഡ് എന്നാണ് ആ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത്. വിശാലമായി കിടക്കുന്ന സമുദ്രത്തിൽ പരിണാമത്തിന്റെ തുടക്കം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സമുദ്രത്തിലെ ചെറുജീവികൾ പെറ്റുപെരുകുന്ന സമയം, ജലത്തിൽ നിന്നും കരയിലേക്ക് സസ്യങ്ങൾ പടർന്ന് പിടിക്കുന്ന സമയം. അന്നത്തെ സമുദ്രനിരപ്പ് ഇന്നത്തേക്കാൾ ഏതാണ്ട് 600 മീറ്റർ വരെ ഉയരത്തിലായിരുന്നു. എന്നാൽ ഭൂഖണ്ഡങ്ങളുടെ ഒത്തുചേരലിൽ കാലാവസ്ഥ മാറ്റം സംഭവിച്ചു. അന്തരീക്ഷത്തിലെ താപനില നന്നേ കുറയാൻ ആരംഭിച്ചു. ഗോണ്ട്വാന സൂപ്പർ കോണ്ടിനെന്റിൽ വൻ ഹിമാനികൾ രൂപപ്പെട്ടു. ഏതാണ്ട് 20 മില്യൺ വർഷങ്ങൾ അത് തുടർന്നു. സമുദ്രനിരപ്പ് ഗണ്യമായി കുറയാൻ തുടങ്ങി. ചെറു സമുദ്ര ജീവികളെല്ലാം ഇല്ലാതായി തുടങ്ങി. പ്രധാനമായും 2 ഭാഗങ്ങളായാണ് ഓഡോവിഷൻ മാസ് എക്സ്റ്റൻഷൻ സംഭവിച്ചത്. ആദ്യത്തേത് ഭൂമിയെ മുഴുവൻ ബാധിച്ച ഒരു ഐസേജ് ആയിരുന്നുവെങ്കിൽ അത് അവസാനിക്കുന്നതിലൂടെ അടുത്ത ഭാഗം ആരംഭിക്കുകയായിരുന്നു. ആ ഹിമയുഗം അവസാനിക്കുന്നതിലൂടെ സമുദ്രനിരപ്പ് അതിവേഗത്തിൽ ഉയരാൻ തുടങ്ങി. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കുറയാൻ തുടങ്ങി. ആ കൂട്ട വംശനാശത്തിന്റെ ആദ്യ ഭാഗത്തിൽ അതിജീവിച്ച പല ജീവജാലങ്ങളും രണ്ടാം ഭാഗത്തിൽ ഇല്ലാതാവുകയായിരുന്നു. അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന ജീവജാലങ്ങളിൽ 15% കുറവ് മാത്രമേ ആ വംശനാശത്തെ അതിജീവിച്ചുള്ളൂ.